അപ്പോൾ ഇന്ന് നമ്മുടെ സൈറ്റിൽ നടക്കുന്നത് വാട്ടർ പ്രൂഫിൻ്റെ വർക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതായി കാണുന്ന ഡോക്ടർ ഫിക്സിൻ്റെ ബിറ്റുമിനസ് എന്ന് പറഞ്ഞ വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് നമ്മളിവിടെ വാട്ടർ പ്രൂഫ് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാ ഈ റിട്ടേൺ വാൾ ഫുള്ള് ഡോക്ടർ ഫിക്സിൻ്റെ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി സൈറ്റിൽ ഫസ്റ്റ് കോട്ട് നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിലുള്ള സമയത്ത് അടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേളിലാണ് ഈ സെക്കൻഡ് കോട്ട് അടിക്കാനുള്ളത്. സെക്കൻഡ് കോട്ട് നമുക്ക് ഡ്രൈ ആയിട്ടാണ് അടിക്കേണ്ടത്. ഫസ്റ്റ് കോട്ട് നമ്മൾ എപ്പോഴും വെള്ളം ചേർത്താണ് അടിക്കുന്നത്. സെക്കൻഡ് കോട്ട് ഡ്രൈ ആയിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ട സമയത്ത് ചെറിയ രീതിയിൽ മഴയെല്ലാം ചാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ സമയത്ത് മഴ ചാറ്റുന്നത് ഭയങ്കര ഇഷ്യൂ ആണ്. പക്ഷേ ഓൾറെഡി നമ്മൾ ഡ്രൈ ആക്കിയ ഭാഗത്താണ് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോഴേക്കും മഴ കാരെല്ലാം പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വർക്ക് നടക്കുന്ന സൈറ്റിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കണിദേശം 3 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. ഈ 3 മീറ്റർ ഹൈറ്റിൽ നമുക്ക് സോയിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിന് ശേഷം അവിടെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ളം കയറുന്ന ഏരിയയാണ്, വയൽ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൈലിങ്ങും കാര്യമെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ വാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ റിട്ടേൺ വാൾ ഇത്രയും ഹൈറ്റ് കൊടുത്തിട്ട് ഈ അളവിൽ നമ്മൾ വാട്ടർ പ്രൂഫും ചെയ്തിട്ടാണ് ഈ അളവിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യാതിരിക്കുകയുള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് സ്ട്രക്ചർ ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ.